അപ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ ചാറ്റ് ജിപിടിയും ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പം AI ഉപയോഗിച്ച് ഇപ്പം നിലവിലിപ്പോൾ എല്ലാം AIനോട് ചോദിക്കുന്ന ഒരു രീതിയാണല്ലോ. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാംഗ്വേജിലുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഈവൻ പേപ്പർ പോലും അതിൽ നോക്കി എഴുതുകയും അത് വാലിഡേറ്റ് ചെയ്യുന്നത് പോലും ചാറ്റ് ജിപിടിനോട് തന്നെ ചോദിച്ച് വാലിഡേറ്റ് ചെയ്യുന്നൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അറബിയിൽ നേരത്തെ സൂചിപ്പിച്ചുവെങ്കിലും അത് എത്രത്തോളം അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എഐനെ ഏതൊക്കെ മേഖലകളിൽ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, അതിന് എത്ര വിശ്വാസയോഗ്യത ഇപ്പോഴുണ്ട്. ഇംഗ്ലീഷ് കുറെ കൂടിയൊക്കെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കുറെ കൂടി ഡെവലപ്ഡ് ആണ്. ഇപ്പോൾ ചാറ്റ് ജിപിടിയിലും ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ കിട്ടും. എന്നാൽ അറബി അതിൽ എത്രത്തോളം ഡെവലപ്ഡ് ആണ്, നമുക്കതിനെ എത്രത്തോളം അതിനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാം അതിൻ്റെ സത്യാവസ്ഥ നോക്കിയിട്ട്. അറബി എന്ന് പറയുമ്പോൾ ആസ് എ ഫോറിൻ ലാംഗ്വേജ് ഇംഗ്ലീഷിന്റെ അത്രത്തോളം ഇങ്ങനത്തെ ലാംഗ്വേജ് മോഡൽസ് ഒക്കെ ഉണ്ടല്ലേ, ചാറ്റ് ജിപിടി, പെർപ്ലക്സിറ്റി, ഇവരൊന്നും ഈ ഒരു ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയർസ് ഒന്നും അറബിക്കിന് അത്രത്തോളം എന്താ പറയുക അതിൽ വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്യാൻ ഒരുപാട് ഇനി സമയമെടുക്കും. നമുക്ക് പറയാൻ പറ്റും ഒരു ജസ്റ്റ് ലെസ് ദാൻ 10% ഒക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അറബിക്ക് മാത്രമല്ല മറ്റേത് ലാംഗ്വേജ്, ഈവൻ സ്പാനിഷ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ഫസ്റ്റ് എപ്പോഴും അവർ തുടങ്ങുക ഇംഗ്ലീഷ് വെച്ചിട്ടാണ്. ആസ് എ കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ പെർപ്ലക്സിറ്റിയിലും ചാറ്റ് ജിപിടിയിലൊക്കെ ഓരോ പ്രോംപ്റ്റ് കൊടുക്കുന്ന ഇന്നത്തെ തലമുറൻ്റെ ഒരു ഡേഞ്ചർ വശം എന്താ പറയുക. ആ ഡേഞ്ചർ വശം എന്ന് പറയുന്നത് എല്ലാവരും അതിലിങ്ങനെ പ്രോംപ്റ്റ് കൊടുത്ത് എന്താണോ അവർക്ക് ആവശ്യം, ഒരു അസൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ്, ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് കിട്ടുന്ന പ്രൊജക്റ്റ് ശരിക്കും വായിക്കാതെ അത് നേരെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു സഡൻ റിസൾട്ടാണ് അവർക്ക് വേണ്ടത്. അപ്പം ഒരു കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവരൊരു പേജ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കും. ആ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു, അവർക്ക് റിസൾട്ട് കിട്ടുന്നു, അതിന് നല്ലൊരു മാർക്ക് കിട്ടുന്നു. അത് ചെറിയ മാർക്കായാലും പ്രശ്നമില്ല, പണി പെട്ടെന്ന് കഴിഞ്ഞാലോ, എളുപ്പത്തിൽ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അറിവ് ശരിക്കും പിടിച്ചു വെക്കപ്പെട്ടു എന്നുള്ളതാണ്. അറിവ് പിടിച്ചു വെക്കട്ടെ. നമ്മൾ പറയില്ല അവസാന കാലഘട്ടത്തിൽ ഗ്രോത്ത് ഇല്ല, ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം ലാംഗ്വേജ് ഇല്ല. ഒരു ലാംഗ്വേജ് ഉണ്ടാവാൻ നമുക്ക് എങ്ങനെ ഉണ്ടാവില്ല, നമ്മൾ കുറേ വായിച്ച് അവസാനം എന്ത് ചെയ്യും, നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തും. നമ്മൾ ക്രിട്ടിക്കലായിട്ട് സംഗതി വായിക്കും. പിന്നെ നമ്മളുടെ മനസ്സിൽ എന്ത് ചെയ്യും, കുറേ ചിന്തകൾ വരും, തോട്ട്സ് വരും. ആ തോട്ട്സിന് നമ്മൾ എഴുതാൻ നോക്കും. അപ്പം ഒരു ഇംഗ്ലീഷ് ആയാലും ലാംഗ്വേജ് ആയാലും അറബി ആയാലും നമുക്ക് തോട്ട്സ് വരുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള വൊക്കാബുലറി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം എഴുതും. എവിടെയെങ്കിലും ഒരു വൊക്കാബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് സെർച്ച് ചെയ്തിട്ട് അത് ഇടയിൽ ഉപയോഗിക്കും, അങ്ങനെ യൂസ് ചെയ്യും. അപ്പം ഈ പ്രോംപ്റ്റ് ഇങ്ങനെ സ്ഥിരം ഈ ചാറ്റ് ജിപിടിയും പെർപ്ലക്സിറ്റിയും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരെ പറ്റി ഒരു പഠനം എന്ന് അറിയും. അവരിതിങ്ങനെ കൊടുത്തിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു, ഇന്ന സാധനം ചോദിച്ചു, ആ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അവരോട് എന്താണ് നിങ്ങൾ കൊടുത്ത പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ അവരത് മറന്നുപോയില്ല, അത് മറന്നുപോയിട്ടുണ്ടാവുന്ന. കാരണം എന്താ വെച്ചാൽ അവരുടെ ബ്രെയിൻ അത്രത്തോളം വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡേഞ്ചർ വശം. നേരെ മറിച്ച് ഈ നല്ല രീതിയിലൊക്കെ ആർട്ടിക്കിൾ എഴുതാനും അല്ലെങ്കിൽ ചില കവിതകൾ പഠിക്കാനും ചില വിഷയങ്ങൾ വായിക്കാനും ചില സെമിനാർ പ്രസൻറ്റ് ചെയ്യാനും അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചില പോയിന്റ്സ് ഉണ്ടാവല്ലോ, അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പോയിന്റ്സ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഒരു വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാറ്റ് ജിപിടിനോട് ചോദിക്കും ഇന്ന വിഷയം എന്താ. അപ്പം അതിൽ നമ്മൾ വായിക്കും, മറ്റേത് വായിക്കാതെ നേരെ എടുത്തിട്ട് പേപ്പറിലാക്കാണ്. ഇത് വായിക്കും, എന്നിട്ട് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ എല്ലാ സോഴ്സസും അവിടെയൊക്കെ പോയിട്ട് അതിൻ്റെ ഒതൻറ്റിക് സോഴ്സസിൽ പോയിട്ട് നോക്കും. നമ്മൾ ചിലപ്പോൾ ചാറ്റ് ജിപിടിനോട് ചോദിക്കും ഇതിൻ്റെ ലിങ്ക് എന്താണ്, ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ലിങ്ക് എന്താണ്, വേറെ ഏതൊക്കെ ഒതൻറ്റിക് ആയിട്ടുള്ള സോഴ്സുകളാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചോദിച്ചിട്ട് എന്ത് ചെയ്യും, നല്ലൊരു റിസർച്ച് ചെയ്യും. ശരിക്കും ഇത് റിസർച്ച് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആണ്. ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലൈൻഡ്ലി എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഫോളോ ചെയ്തിട്ട് അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ലേൺ ചെയ്യാം. അതിന് പുറമെ അതിനപ്പുറത്തേക്ക് ഇങ്ങനത്തെയുള്ള ചാറ്റ് ജിപിടി ഈ ഒരു സംഗതിയെ ആർട്ടിക്കിൾ എഴുതുമ്പോൾ അതിലേക്കുള്ള കണ്ടന്റ് എടുക്കാൻ വേണ്ടി ഒരു സഹായിയായിട്ട് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പറയും ഇന്നത്തെ കാലത്ത് ആർട്ടിക്കിളൊക്കെ എഴുതി നമ്മൾ പറഞ്ഞല്ലോ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ നന്നായിട്ട് ആർട്ടിക്കിൾ എഴുതുന്ന ഒരു പ്രൊഫസറോട് ചോദിച്ചു, താങ്കൾ ആർട്ടിക്കിളൊക്കെ അപ്പോൾ ഈ ആർട്ടിക്കിൾ എഴുതുമ്പം എന്താണ് നമുക്ക് ഈ ചാറ്റ് ജിപിടി ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്താൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞറിയോ, ഈ ചാറ്റ് ജിപിടിയിൽ ജസ്റ്റ് ആർട്ടിക്കിൾ അങ്ങനെ എടുത്തിട്ട് നമ്മളെ നാട്ടിലെ ഇതിലൊക്കെ കൊടുക്കും ആളുകൾ. ചാറ്റ് ജിപിടി നേരെ എടുത്തിട്ട് അത് എഡിറ്റ് പോലും ചെയ്യാതെ, അതായത് ഹ്യൂമൻ ടച്ചിൽ പോലും അതിനെ മാറ്റാതെ, കാരണം ഇതിനൊരു ആർട്ടിഫിഷ്യൽ ടച്ച് ഉണ്ടാവും, സിസ്റ്റത്തിന് എപ്പോഴും ഒരു ടച്ച് ഉണ്ടാവും. അപ്പോൾ ഈ ടച്ച് നിന്ന് ഹ്യൂമൻ ടച്ചൊക്കെ മാറാതെ നേരെ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ അത് ഫലിച്ചേക്കാം, നമ്മുടെ നാട്ടിലെ മാഗസീനുകളൊക്കെ അത് വന്നേക്കാം. പക്ഷേ വിദേശത്തുള്ള നേരത്തെ പറഞ്ഞ പോലത്തെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് മാഗസീൻസ് ഉണ്ട്, ബഹ്റൈൻ്റെ, കുവൈത്തിൻ്റെത്, ഖത്തറിൻ്റെത്, സൗദിൻ്റെ. അപ്പോൾ ഈ ഒരു രാജ്യങ്ങളിലൊക്കെ ഉള്ള മാഗസീനിലേക്ക് ഈ ആർട്ടിക്കിൾ കൊടുത്താൽ അവർക്ക് ഇത്
പിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് എന്താ പറയുക, AI ജനറേറ്റഡ് ആണോ എന്നറിയാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് അപ്പുറത്തുണ്ട്. അവരത് വെച്ച് നോക്കിയാൽ അവർക്കത് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അത് സ്ഥിരം വായിക്കുന്ന ആൾക്കാർക്ക് ഇത്, അല്ലെങ്കിൽ അറബിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഇവരെന്ത് ചെയ്യും, ഒരു തവണ വായിച്ചിട്ട് നമ്മളെ ഫസ്റ്റ് ലേഖനാന്ന് വിചാരിക്കുക, അതന്നെ ഈ ChatGPT ത്രൂ അല്ലെങ്കിൽ AI ത്രൂ വന്ന ഒരു ലേഖനാണെന്നുണ്ടെങ്കിൽ അവരത് റിജക്ട് ചെയ്യുന്നു മാത്രമല്ല അത് ബ്ലാക്ക് ലിസ്റ്റിലിടുന്ന. പിന്നെ നമ്മളത് ഫസ്റ്റത്തെ ചാൻസിൽ തന്നെ നമ്മളുടെ ഒതന്റിസിറ്റി എന്നുള്ളത് പോയി അവിടെ. നമ്മൾക്ക് പിന്നെ അത് വാല്യൂ ഇല്ല. പിന്നെ ഏത് ലേഖനം അയച്ചു കഴിഞ്ഞാലും അവരെ സ്വീകരിക്കണം എന്നില്ല എന്ന് പറഞ്ഞാൽ ആ മാഗസിൻ മാത്രമല്ല, വേൾഡിലുള്ള ബാക്കി മാഗസിനും സ്വീകരിക്കണമെന്നില്ല, ബ്ലാക്ക് ലിസ്റ്റിലായി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അത് നിലവിലിപ്പം ഒരു അറബിക്കിന്റെ ഒരു സാധ്യതയിൽ മാത്രം ഞാൻ പറഞ്ഞത്. ഇത് ഇനിയുള്ള പഠന ശൃംഖലയിൽ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, സ്പാനിഷ് ആയിക്കോട്ടെ, മറ്റേത് സെമിനാർസ് ആയിക്കോട്ടെ, വേൾഡ് ലെവലിലുള്ള മറ്റ് അക്സെപ്റ്റഡ് റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, അവിടെ നടക്കുന്ന സെമിനാർസിലടക്കം നമ്മൾ ഇത് അയച്ചു കൊടുത്താൽ അവർ സ്വീകരിക്കണമെന്നില്ല. പലപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ്, ഈ സെമിനാറുകൾക്ക് വേണ്ടി നമ്മൾ അബ്സ്ട്രാക്ട് അയക്കുള്ളൂ. അബ്സ്ട്രാക്ട് പറഞ്ഞാൽ കുറച്ച് മതി, ലെസ് ദാൻ 250 വേർഡ്സ്, 250 200 ഉള്ളിൽ, 300 ഉള്ളിൽ വേർഡ്സ് മതി. സിമ്പിളാണ്. അപ്പം ഈ അബ്സ്ട്രാക്ട് ചെയ്ത് പറഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിട്ട് വേണം എഴുതാൻ. അപ്പം ഇത് ChatGPT ന്ന് കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പം എന്ത് ചെയ്യും, അബ്സ്ട്രാക്ട് അല്ലേ, അവർക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, നമ്മളെ ഫുൾ പേപ്പർ അല്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഈ ChatGPT അല്ലെങ്കിൽ പെർപ്ലക്സിറ്റി ഇങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട്, ജെമിനിന്നൊക്കെ ഇട്ടിട്ട് നേരെ അവർക്ക് അയച്ചു കൊടുക്കും. അവർ അബ്സ്ട്രാക്ട് എന്ത് ചെയ്യും, ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കും, ഇത് ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് AI ജനറേറ്റഡ് ആണോ എന്ന് നോക്കുമ്പോൾ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ അബ്സ്ട്രാക്ട് അവിടെ തള്ളും. നമ്മളോട് പറയുന്ന റീസൺസ് എന്തായിരിക്കും, നിങ്ങളുടെ അബ്സ്ട്രാക്ട് എന്താ പറയുക, ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഫില്ലായി, ഇനി ഒരു പ്രസന്റ് ചെയ്യാൻ ഒരാൾ ആവശ്യമില്ല, തൽക്കാലം നിങ്ങൾ അടുത്തതിന് അയച്ചോളി എന്നൊക്കെ പറയും. പക്ഷെ അവർ റിജക്ട് ചെയ്തതിന്റെ റീസൺ എന്തായിരിക്കും, സാധ്യതകളുടെ വാതിലൊക്കെ അവിടെ അടയാന്നുള്ളതാണ്. നമ്മൾ ഇതിനെ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ, നേരെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ സാധ്യതകളും അവിടെ അടയും. നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് നിൽക്കും, നമ്മളുടെ തോട്ട് പ്രോസസ്സിങ് നിൽക്കും, നമ്മൾ ഒന്നും ചിന്തിക്കാത്ത ഒരു ആൾക്കാരായി മാറും. ഓക്കെ, ശരി. അപ്പം അതിനോട് ചേർത്ത് വെക്കാം, ഈ AI ഇപ്പം വളരെ വലിയ മുൻപന്തിയിലെത്തി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ ഒരു മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ ഭാഷയും എല്ലാ ജോലിയെയും എല്ലാ ജോലി സാധ്യതയും ഒക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഈ അറബി പഠിക്കുന്ന ഈ നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേഷൻ മേഖലകളിലും അതുപോലെ തന്നെ ഈ മെഡിക്കൽ മേഖലകളിലൊക്കെ ഈ AI വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യം, അല്ലെങ്കിൽ എല്ലാവരും ഭയപ്പെടുന്നത് പോലെ ജോലി സാധ്യതകൾ കുറയുകയാണോ കൂടുകയാണോ ചെയ്യുക? അത് നേരത്തെ പറഞ്ഞതിനായിട്ട് ആഡ് ഓൺ ചെയ്തൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ജോലി സാധ്യതകൾ കൂടുന്നത് നമ്മളുടെ സ്കിൽ അനുസരിച്ചായിരിക്കും. അതെ. ഇപ്പം നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് ആർട്ടിക്കിൾ അങ്ങനെ എഴുതാൻ നിൽക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ, പ്രൊജക്ട് പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളുടെ തോട്ട് പ്രോസസ്സ് അവിടെ നടക്കൂല. നേരെ മറിച്ച് ഇങ്ങനത്തെ ജെമിനൈ പോലത്തെയുള്ള സോഫ്റ്റ്വെയർസിന് നമുക്ക് സംസാരിക്കാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് വശമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഭാഷ നമ്മുടെ കയ്യിൽ കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നമ്മൾ വേറൊരു നാട്ടിൽ ചെന്നാൽ, തമിഴ്നാട്ടിൽ കുറച്ച് കാലം പോയി നമുക്ക് തമിഴ് ഈസി ആയിട്ട് കിട്ടും, അതിന്റെ സ്ട്രക്ചർ കിട്ടും, അതിന്റെ ഒരു സ്ലാങ് വരും, ആക്സെന്റ് ഒക്കെ വരും, ഡയലക്റ്റുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഹിന്ദി, ഇപ്പം നമ്മുടെ നാട്ടിലെ അധികം ആളുകളും ഹിന്ദി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, അവിടെ വന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഹിന്ദി എന്നുള്ളത് നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതേ അപ്പം നമ്മൾ കംപ്ലീറ്റ് അവരുടെ കൂടാന്നുണ്ടെങ്കിലോ അടിപൊളിയായിട്ട് പറയാൻ പറ്റും. അതാണ് ഈ ഗൾഫിലുള്ള ആളുകൾ അത്യാവശ്യം നന്നായിട്ട് ഹിന്ദി പറയുന്നത്. അവരുടെ കൂടുതൽ അതിൽ ഹിന്ദിക്കാരനായിരിക്കും, അവർ അറബി പറയുന്നത് അതുകൊണ്ടാണ്. അവർ അറബി ഇവിടുന്ന് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാവും. ഇതുപോലെ നമുക്ക് ജെമിനൈ പിന്നെ അതുപോലെ ChatGPT ഇതുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പറ്റും. അപ്പോൾ അവർ ലൈവായിട്ട് അവരുടെ AI ചാറ്റ് ബോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ റോബോട്ടിക് ടീം, അപ്പോൾ അതൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത വാക്കുകൾ അവരെ ട്യൂട്ടറായിട്ട് മാറ്റാം, ഒരു ട്രെയിനറാക്കിയിട്ട് അവരെ മാറ്റാം, എന്നിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ റെഡിയായി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ലാംഗ്വേജ് ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ AIന്റെ നെഗറ്റീവ് വശം നമ്മളെ ബാധിക്കുക. നെഗറ്റീവ് വശം എങ്ങനെ ബാധിക്കുക എന്ന് വെച്ചാൽ, AI വന്നതോട് കൂടിയിട്ട് കുറേ ആളുകളുടെ ജോലി പോയിട്ടുണ്ട്. ഇപ്പം മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന റെപ്യൂട്ടഡ് കമ്പനിയാണ്, അവർ കുറേ ആളുകൾ പിരിച്ചുവിട്ടു. ഒരുപാട് ആളുകൾ പിരിച്ചുവിട്ടു. HP കമ്പ്യൂട്ടറിന്റെ എന്താ പറയുക മാനുഫാക്ചറിങ് ടീമൊക്കെ ആയിട്ടുള്ള HP അവർ കുറേ ആൾക്കാരെ പിരിച്ചുവിട്ടു. ഡെല്ല് പിരിച്ചുവിട്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കും AI അറിഞ്ഞാൽ സാധ്യത ഉണ്ടല്ലേ. അപ്പം അപ്പോഴാണ് മൈക്രോസോഫ്റ്റും മെറ്റൊക്കെ AI-ന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ പിരിച്ചുവിടുന്നത്. AI-ന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള AI-ന്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന AI അറിയുന്ന ആളുകളെയും AI-ന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജറെയൊക്കെ പിരിച്ചിട്ടുണ്ട്.
അപ്പം സാധ്യതകൾ എങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എപ്പോഴും. അത് ഏത് ഫീൽഡായാലും, AI ആയാലും അറബിക് ആയാലും മറ്റ് ഇംഗ്ലീഷ് ആയാലും മറ്റേത് ഫോറിൻ ലാംഗ്വേജ് ആയാലും അതിൻ്റെ സാധ്യത എവിടെ വരിക നമുക്ക് പറയാൻ പറ്റില്ല. സാധ്യതകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യലാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ അധ്യാപകൻ എന്നെ സ്പാനിഷ് പഠിപ്പിക്കാൻ തയ്യാറായി. 50 hours മൂപ്പര് പറഞ്ഞത്. 50 hours മൂപ്പർക്ക് കിട്ടിയ 50,000. ഇതേപോലെ ഒരു ലാംഗ്വേജ് നമുക്കറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനറായിട്ട് മാറിക്കൂടെ? നമ്മുടെ കയ്യിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും, ഷോക്കേസ് ചെയ്യാൻ പറ്റും. നമ്മളെ സ്കിൽ നമ്മൾ ഷോക്കേസ് ചെയ്തു. എനിക്ക് ഇന്ന ലാംഗ്വേജ് ഉണ്ട്, അങ്ങനെ ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ആളുകൾ തിരഞ്ഞു വരും. തീർച്ചയായിട്ടും. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും നമുക്ക്. അതാണ് ഒരു സാധ്യത. 2, AI വന്നതോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആളുകളുടെ ജോലി പോയി. അപ്പോൾ ആ ജോലി പോയ സമയത്തും ഇവർക്ക് വേണ്ടത് ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരെ. ലാംഗ്വേജിൻ്റെ ഫീൽഡിൽ കേട്ടോ, ലാംഗ്വേജിൻ്റെ ഫീൽഡിൽ ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരെ. അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും, അറബി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരുണ്ടാവും, പക്ഷെ എല്ലാവർക്കും ഭാഷ സംസാരിക്കില്ല. അത് ആരാണോ അതിനു വേണ്ടി ട്രൈ ചെയ്തത്, ആരാണോ സംസാരിച്ച് ശീലിച്ചത്, ആരാണോ എപ്പോഴും അത് ബ്രഷപ്പ് ചെയ്തുകൊണ്ടുവന്നത്, അവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ സംസാരിക്കാൻ. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജോലി സാധ്യതകൾ കുറേ കുറയും. ആ കുറയുമ്പോൾ നമ്മളുടെ ഒരു സൈഡിൽ നമ്മളുടെ സ്കിൽ ഇങ്ങനെ കൂട്ടി വരിക എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ അതിനെപ്പറ്റി അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഹോസ്പിറ്റലുകൾ അതേപോലത്തെ ഹോട്ടലുകൾ, ഇവിടെയൊക്കെ റിസപ്ഷൻസ് ഉണ്ടാവില്ല. ഈ ആ റിസപ്ഷൻ ടീമിലേക്ക് അറബികൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അറബി അറിയുന്ന ഒരാൾ വേണം. അപ്പോൾ അതിന് പകരം ഒരു ചാറ്റ് ബോട്ടായിരിക്കും, AI-ൻ്റെ ചാറ്റ് ബോട്ടായിരിക്കും. അപ്പോൾ ഈ AI-ൻ്റെ ചാറ്റ് ബോട്ട് എന്ത് ചെയ്യും? അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ട ക്ലിയർ ആയിട്ടുള്ള ഒരു റൂട്ട് അല്ലെങ്കിൽ ഒരു മാർഗ്ഗനിർദ്ദേശം അവർ കൊടുക്കും. അപ്പം അങ്ങനെ കൊടുക്കുമ്പം അവിടെ ആരുടെ ജോലി പോകും? ലാംഗ്വേജ് അറിയുന്ന ആളെ ജോലി പോകും. പക്ഷേ അപ്പോഴും ഒരു 10 ആൾക്കാരായിരുന്നു ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അതിനെ കുറഞ്ഞിട്ട് ഒരു 5 അല്ലെങ്കിൽ 4 അങ്ങനെ കുറഞ്ഞു വരും. അപ്പോഴും ആളുകൾ ആവശ്യമുണ്ട്. ആ ആളുകൾ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് ഈ ചാറ്റ് ബോട്ടിനെ നമുക്ക് ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ചാറ്റ് ബോട്ടിനെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ കസ്റ്റമർ കെയർസിൽ വിളിക്കുമല്ലോ ഫോണൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായിട്ടേക്കാരം കസ്റ്റമർ കെയർ വിളിക്കുക. അപ്പം AI-ൻ്റെ ചാറ്റ് ബോട്ടൊക്കെ നമ്മളോട് ചാറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യില്ല, അത് ഇഷ്ടമാവില്ല, തൃപ്തിയാവില്ല. അതിന് കാരണം എന്താ? നമ്മളുടെ ഉള്ളിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് തീർക്കണമെങ്കിൽ ഒരു ഹ്യൂമൻ അപ്പുറത്ത് വേണം. അപ്പോൾ ആ ഹ്യൂമൻ ഒരു ഇമോഷണൽ സംഗതിയുണ്ട്. അപ്പം നമ്മളെ അപ്പുറത്തൊരു ഹ്യൂമൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ചൂടായിട്ടെങ്കിലും നമുക്ക് റിസൾട്ട് ഒന്നും വേണ്ട, ആ ചൂടായിട്ട് ആ ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നുള്ളതാണ്. അപ്പം എന്തായാലും നമ്മൾക്ക് അപ്പുറത്തൊരു ഹ്യൂമനാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഈ പ്രിഫറൻസ് എന്നുള്ളത് എന്ത് ചെയ്യും? അതാണ് നമുക്കുള്ളൊരു മുതൽക്കൂട്ട്. അപ്പം 10 ആളുകൾക്ക് പകരം 4 ആൾക്കാരാവുക ആണ് ആ ജോലിക്ക് വേണ്ടത്. അല്ലെങ്കിൽ AI കാരണം 4 ആൾക്കാരായി തീരാന്നുണ്ടെങ്കിൽ ആ 4 ആൾക്കാരും ടോപ്പായിരിക്കണം. ആ 4 ആൾക്കാർ അത്യാവശ്യം നല്ല ലാംഗ്വേജ് സംസാരിക്കാൻ കഴിയുന്ന, ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രക്കും ക്വാളിറ്റിയുള്ള ആളുകളായിരിക്കണം. അപ്പോൾ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ, AI-യുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. സാധ്യതകൾ ഒരുപാടുണ്ട്. ഗ്രോത്ത് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളും ആളുകളും പ്രൊഫഷണൽസും നമ്മുടെ അടുത്തുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തുകയും അതുവഴി വളരുകയും ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ അവിടെ നാട്ടുഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുക, തനി നാടൻ ഭാഷ സംസാരിക്കുന്ന അറബികൾ. അവർക്കൊക്കെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് AI-നേക്കാളും നല്ലത് ഒരു ഹ്യൂമൻ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെത്ര വളരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് എത്ര അവരുടെ കൾച്ചറുമായിട്ട് അവരുടെ സംസാര ഭാഷയുമായിട്ട് എത്ര ചേർന്ന് നിൽക്കുന്നു എന്നതിനനുസരിച്ചിട്ടുണ്ടാവും നമ്മൾ. ഓക്കെ. പിന്നെ പറയുന്ന കേൾക്കാം, ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ചാൻസസ് ഉണ്ട്. ഇപ്പം ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനത്തെ സോഷ്യൽ മീഡിയകൾ, അതിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അതിലേക്ക് എത്തിപ്പെടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിലുള്ള സാധ്യതകൾ പറഞ്ഞേക്കാൾ അപ്പുറത്ത് തുടക്കത്തിൽ സോഷ്യൽ മീഡിയ ത്രൂ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെ അറിയാമല്ലോ. ഒരു പഠനത്തിലേക്ക് ഇപ്പൊ ഇന്നത്തെ ആളുകൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് ഒരു സംഗതി പഠിക്കാനുള്ള താല്പര്യം നമുക്കില്ല. ഒരു പുതിയൊരു അറിവ് നേടാനുള്ള താല്പര്യമില്ല. അധികം ആൾക്കാരും റീൽസ് മാത്രം നോക്കുക. റീൽസ് മാത്രം നോക്കുന്ന തെറ്റെന്നെല്ലാം പറയുന്നത്. പക്ഷേ കണ്ടിന്യൂസ് റീൽസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ പറയുന്നതാണ് അവർക്ക് ബ്രെയിൻ റോട്ട് വരാനുള്ള സാധ്യത. അതെന്ന് വെച്ചാൽ അവർ ഒരു റീല് കാണും. ഓരോ റീലിലും ഒരുപാട് സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് റീൽ എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഇമോഷൻസ് ഉണ്ട്, അതിൽ കുറേ കളറുകളുണ്ട്, ആ ചിത്രങ്ങളുടെ കളർ, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർ ഡയലോഗ് ഉണ്ട്, കുറേ മൂവ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ സമയമെടുക്കും.
അപ്പം ഈ ഒരു 30 സെക്കൻഡ് കണ്ട് നമ്മളെ ബ്രെയിൻ ഇത് പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അടുത്ത റീൽക്ക് മാറും. അങ്ങനെ 10-15 റീല് കണ്ട് കഴിഞ്ഞ ഒരാളോട് അപ്പൊ കുറച്ച് സമയം കൊണ്ട് അത് കഴിയും. 10-15 റീല് കണ്ട ഒരാളോട് എന്തായിരുന്നു ആദ്യത്തെ റീല് എന്ന് വെച്ചാൽ അവൻ മറന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മുടെ ബ്രെയിൻ ഫാറ്റിഗ് അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നശിപ്പിക്കും, ബ്രെയിനിന് കുറെ കൺഫ്യൂഷൻ കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പം കോളേജിൽ നിന്ന് ഇപ്പോൾ ഒരു അറബി പഠിക്കുന്ന ഒരാളെ മാത്രം എടുക്കാം നമ്മൾ. അയാൾ കോളേജിൽ നിന്ന് വന്നു, നമ്മൾ പഠിച്ച സംഗതി നമ്മൾ പണ്ട് പറയുമല്ലോ, ഇത് പഠിച്ച സംഗതിനെ ആ ദിവസം തന്നെ നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ഓർമ്മയിൽ കിടക്കും. പക്ഷെ അത് ചെയ്യോ, നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തും, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് നമുക്ക് ഉണ്ടാവും, ഒരു ചെയർ. ആ നേരെ വന്ന് ആ സോഫയിലോ അല്ലെങ്കിൽ ആ ചെയറിലോ ഇരുന്ന് നമ്മൾ ഫോൺ നോക്കും. പിന്നെ ഒരു ജസ്റ്റ് ഒരു റീലേ തുറന്നിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ വാട്സാപ്പ് തുറക്കും, പിന്നെ അത് ഇങ്ങനെ പോകും. അങ്ങനെ പോയി എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഓരോ സോഫ്റ്റ്വെയർസ് നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്യും. അപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് ഉണ്ടാവും. ആ സീറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാം തുറക്കും. അതിൽ നോട്ടിഫിക്കേഷൻസും മെസ്സേജൊക്കെ കണ്ട് ഒരു 1-2 റീല് കണ്ട് കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമുക്ക് റീല് കണ്ട് മടുക്കും. അപ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്യും വാട്സപ്പ്. അങ്ങനെ വാട്സപ്പ് കുറേ നോക്കും, അതിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, കുറേ വെറുതെ സ്ക്രോൾ ചെയ്യും. പിന്നെ അവസാനം സ്റ്റാറ്റസ് കുറച്ച് എടുത്ത് നോക്കും. എന്താണ് നമ്മൾ ചെയ്യുന്നത് പോലും നമുക്കറിയില്ല, എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും അറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ വീണ്ടും അടുത്ത സ്നാപ്ചാറ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ ഇതൊക്കെ സ്വിച്ച് ചെയ്യും. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിനാണ് പോപ്കോൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരുന്നിട്ട് ഓരോന്നും ഇങ്ങനെ മാറി മാറി ചെയ്യാം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എല്ലാവരും വെറുതെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും. പക്ഷേ നേരെ മറിച്ച് നമുക്ക് സോഷ്യൽ മീഡിയ നമ്മളെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യണം. ഈ സമയത്ത് ശരിക്കും നമ്മൾ തിരിച്ചാ ചെയ്യേണ്ടത്. നമ്മൾ സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യും. പക്ഷെ അത് പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? അതിനാണ് ആൽഗരിതം എന്ന് പറയാം. ഈ ആൽഗരിതം സെറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ ആൽഗരിതം സെറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു വിഷയത്തിൽ നമ്മൾ എന്താണോ ഒന്ന് കാണുന്നത് അത് വീണ്ടും നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കാണാൻ നിന്നാൽ അത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മനസ്സിലാക്കും, ഇതാണ് നമ്മൾക്ക് ഇഷ്ടമുള്ളത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. നേരെ മറിച്ച് നമ്മൾ തുടക്കത്തിലെ ആലോചിക്കുകയാണ്, എനിക്ക് അറബിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി പഠിക്കണം, ഞാൻ അതുമായിട്ട് ഒരു സംഗതി സെർച്ച് ചെയ്ത് നോക്കി. പിന്നെ എനിക്ക് കാണിക്കുന്ന മുഴുവൻ ഗ്രൂപ്പുകളും പോസ്റ്റുകളും അറബിയായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ചിലപ്പം ചില കവിതകളായിരിക്കും, ചില ആർട്ടിക്കിളായിരിക്കും, ചില വേർഡ്സിൻ്റെ ട്രാൻസ്ലേഷൻസ് ആയിരിക്കും, സിനോണിംസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഗതികൾ കാണിക്കുക ചെറിയൊരു പോർഷനിലല്ലേ, അതായത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാഷ പഠിക്കാൻ പറ്റും. അൽഗോരിതം അങ്ങനെയായി മാറും. പിന്നെ നമ്മൾ തുറക്കുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ സുഹൃത്തിൻ്റെ ഫോട്ടോ കാണും, നമുക്ക് ലൈക്ക് അടിക്കാം, അത് കഴിഞ്ഞാൽ അടുത്ത് അറബിയായിട്ട് ബന്ധപ്പെട്ട സംഗതിയും. നമ്മൾ അറിയാതെ കുറേ സംഗതികൾ നമ്മളിങ്ങനെ പഠിക്കും, നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരും. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ട ഒരു രീതി ഒന്നും അങ്ങനെ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ അറബിക് ഫീൽഡിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് അറിയാത്തൊരു സംഗതിയാണ്, ഇതേ സോഷ്യൽ മീഡിയയിൽ ജോലിയുണ്ട്, പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ കമ്മ്യൂണിക്കേഷൻ വേണം, നേരത്തെ പറഞ്ഞ പോലെ. കാരണം ഇന്റർവ്യൂ ഉണ്ടാവും. അതാണ് ഏതൊരു കമ്പനിയിലായാലും നമുക്ക് എന്ത് ചെയ്യണം, അതിന് തുടക്കത്തിൽ ഒരു ഇന്റർവ്യൂ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ എക്സാം ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരെടുക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഷയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത് കമ്പനികൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻ്റർവ്യൂവിലാണ്. കാരണം ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കമ്പനിയിൽ നമ്മൾ ഓൾറെഡി കയറി കഴിഞ്ഞു. കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇംഗ്ലീഷ് ആയിരിക്കും. കാരണം അവിടുത്തെ നമ്മളെ മാനേജേഴ്സ് എന്ന് പറയുന്ന അറബി അറിയുന്ന ആൾക്കാരാവില്ല, സീനിയർ ലെവൽ മാനേജേഴ്സ് അറബി അറിയുന്ന ആൾക്കാരാവില്ല, നമ്മളുടെ കൊളീഗ്സിന് അറബി അറിയണമെന്നില്ല. നമ്മളെ വർക്ക് അറബിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, പക്ഷേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ കമ്പനി ഇപ്പോൾ ഇതുപോലെയുള്ള ഫേസ്ബുക്കിൽ, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ, സ്നാപ്ചാറ്റിൽ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഈ ആളുകളെ അറിയാം, അവരുടെ വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾ അറിയാം. ഇപ്പം ഒരു ഫേസ്ബുക്കിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മളൊരു പോസ്റ്റ് ചെയ്യുമല്ലോ, ഈ കണ്ടന്റ് പോസ്റ്റ് നമ്മൾ വിചാരിക്കും ആരും അറിയില്ല അല്ലെങ്കിൽ ആരും ചെക്ക് ചെയ്യില്ല. പക്ഷേ ഏതൊരു പോസ്റ്റും റിവ്യൂ ചെയ്യാൻ ആൾക്കാരുണ്ടാവും അവിടെ, ഏതൊരു കമൻറ്റും റിവ്യൂ ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ചില കമൻറ്റുകൾ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യും, എസ്കലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യും, റീഡ് ചെയ്യാനും ഇതിനെ വായിക്കാനും മലയാളികളായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും, ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. സൗദി അറേബ്യയിലും ദുബായിലും ഖത്തറിലും ബഹ്റൈനിലൊക്കെ ഉള്ള ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന അറബി കണ്ടന്റ് റീഡ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും അതിനെ കണ്ടന്റ് മോഡറേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാം. അപ്പം അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈ സാലറി കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഒരു എമൗണ്ടിൻ്റെ വാല്യൂ ഒക്കെ വെച്ചിട്ട് അവിടെ ചിലപ്പം ചില നാടുകളിലൊക്കെ അവിടെ കൊടുക്കുന്നതിൻ്റെ 4/1 കൊടുത്താൽ മതി, ഇവിടെ 3/1 നമ്മുടെ നാട്ടിൽ കൊടുത്താൽ മതി. നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്, വേർത്താണ്. നമുക്ക് ചിലപ്പോൾ അത്ര വർക്കൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതായിരിക്കും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയകൾ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയകൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ, പിന്നെ അതുപോലെ സ്നാപ്ചാറ്റിൽ, യൂട്യൂബിൽ, ഗൂഗിളിൽ, ഇതിലൊക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. കമ്പനികളുടെ പ്രൊഡക്റ്റുകളുടെ ഒക്കെ കമൻറ്റുകൾ, അതിൻ്റെ ക്വാളിറ്റികളൊക്കെ നോക്കാൻ
പലപ്പോഴും പല ലാംഗ്വേജുകൾ ഇപ്പം മലയാളത്തിൽ പറയുന്നവരുണ്ടാവും, ഇംഗ്ലീഷിൽ, അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് കൊടുക്കാനൊക്കെ ഉള്ളതായിരിക്കില്ലേ ജോലി? മലയാളം നമ്മുടെ നാട്ടിൽ ലാംഗ്വേജ് ആണ്. നമ്മുടെ നാട്ടിൽ കോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടോ, അപ്പോൾ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വർക്ക് കോൾഗേറ്റിൻ്റെ കമ്പനിയിൽ എന്തായാലും ഉണ്ടാവും. കാരണം ഇവിടുത്തെ അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതേപോലെ തന്നെ അറബി നാട്ടിൽ ഇപ്പോൾ ഒരു BMW കാർ അല്ലെങ്കിൽ ബെൻസ്, മെഴ്സീഡീസ് ബെൻസ്, ഇതൊക്കെ അറബി നാട്ടിൽ അവിടെ ഓടുന്നുണ്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട അറബിക്കിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, അത് അധികം അറബി ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടും അറബിക്കിൻ്റെ അറിയണം. കണ്ടന്റ് മോഡറേഷൻസ്, സെയിൽസ് ആയിട്ട് ബന്ധപ്പെട്ട സംഗതികൾ, ഓഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട സംഗതികൾ, അതിൻ്റെ കാറ്റലോഗ് ആയിട്ട് ബന്ധപ്പെട്ട സംഗതികൾ, അതിൻ്റെ പാർട്സ് ആയിട്ട് ബന്ധപ്പെട്ട സംഗതികൾ, അതിൻ്റെ ഓവറോൾ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ട ഒരുപാട് മേഖല വരും. അപ്പം 10,000-10,000 ആളുകളൊന്നും ആവില്ല വേണ്ടത്. അപ്പോൾ ഏതൊരു കമ്പനി, ഏതൊരു പ്രൊഡക്റ്റ് ഏതൊരു നാട്ടിലാണ് ഓടുന്നത്, ആ നാട്ടിലെ ഭാഷയ്ക്ക് സ്കോപ്പ് ഉണ്ട്. ഈ കമ്പനികളൊക്കെ ഇന്റർവ്യൂവിന് വിളിക്കുന്നൊക്കെ സമയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അങ്ങനെ നേരത്തെ അറിയാനുള്ള ഒരു സ്പേസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇപ്പൊ ഉദാഹരണം പറഞ്ഞപ്പോൾ താങ്കൾ വർക്ക് ചെയ്യുന്നതിന് ആമസോണിൽ, അപ്പോൾ ആ ആമസോൺ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഇന്ന സൈറ്റിൽ പോയാൽ അവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും, ഇന്റർവ്യൂ എന്നാണെന്നുള്ള കാര്യം, അങ്ങനെയൊക്കെ ഉണ്ടോ? കമ്പനികളുടെ സ്വഭാവം വെച്ചിട്ട് ഉം. ഈ ആളുകൾ എന്ത് ചെയ്യും, ഈ ഹൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഇൻക്രിമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനികളിൽ നിന്ന് ഇങ്ങനെ അടുത്ത കമ്പനിക്ക് മാറിപ്പോകും. നമുക്ക് നമ്മളെ കമ്പനിയിൽ തന്നെ വർഷാവർഷം ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വർഷാവർഷം ഇൻക്രിമെൻറ്റ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു ഹൈക്ക് ഉണ്ടാവുമല്ലോ, ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും. അതിനേക്കാളും കൂടുതലാണ് നമ്മൾ മറ്റൊരു കമ്പനിക്ക് പോകുമ്പോൾ. അപ്പോൾ ആളുകൾ എപ്പോഴും കമ്പനിയിൽ നിന്ന് മറ്റു കമ്പനികളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും, ചിലപ്പോൾ പ്രൊമോട്ട് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക, അവിടെ ഒരു ജോബ്സ് ഒരു ചാൻസ് വരാം. അപ്പോൾ ഒരാൾ പ്രൊമോട്ടഡായി, അപ്പോൾ അയാൾ ചാൻസ് ഒരാളെ വേണം. അല്ലെങ്കിൽ ഒരാൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു കമ്പനിക്ക് പോയി, അപ്പോൾ അയാൾ ചാൻസ് ആളെ വേണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്കും ചിലപ്പോൾ ജോലി വേണ്ടത്, ചിലപ്പോൾ ഒരു പുതിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗൂഗിളിൽ വർക്ക് ചെയ്യാൻ വിചാരിക്കാം. അപ്പോൾ ഗൂഗിളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണ് വർക്ക് നടക്കുന്നത്. പെട്ടെന്നാണ് ഗൂഗിൾ, അങ്ങനെ എല്ലാ മാർക്കറ്റിലും ഉണ്ട്, പക്ഷേ അസ്യൂം ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഗൂഗിൾ പറയാണ് ഇന്തോനേഷ്യയിൽ ഗൂഗിളിൻ്റെ പുതിയൊരു എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രയൽ സംഗതി ഇന്തോനേഷ്യ അവിടെ കൊണ്ടുവരണം. അപ്പം ഒരു ഉദാഹരണം പറയാം, ആമസോൺ എന്ന് പറയുന്നത് എല്ലാ കൺട്രിയിലും ഇല്ലല്ലോ. അപ്പം ആമസോൺ ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ വരികയാണ്, ആ നാട്ടിലെ ഭാഷ അറിയേണ്ടി വരും ചിലപ്പം. അല്ലെങ്കിൽ അറബ് കൺട്രിയിൽ എല്ലായിടത്തും ആമസോൺ ഇല്ല. അപ്പോൾ പുതിയൊരു കൺട്രിയിൽ, അറബ് കൺട്രിയിൽ ആമസോൺ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുമ്പം അറബിക്കിൻ്റെ സാധ്യത വീണ്ടും കൂടി. കാരണം എംപ്ലോയീസിന് വീണ്ടും വേണം, നിലവിലുള്ള എംപ്ലോയീസിനെ എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ചാൻസ് ഒന്ന് വരാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഇറങ്ങും, ചിലപ്പോൾ അവർ പ്രോസസ്സ് ഏറ്റെടുക്കും, പുതിയ പ്രോസസ്സ് തുടങ്ങും, പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങും. അപ്പോഴൊക്കെ ആൾക്കാർ ആവശ്യം ഉണ്ടാവും. അപ്പം നമ്മൾ അറിയുന്ന പല രീതികളുണ്ട്. ചിലപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഒന്ന് ലിങ്ക്ഡിൻ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അതിലിങ്ങനെ സെർച്ച് ചെയ്യാം. ഇപ്പം ഞാനൊരു സമയത്ത് വെറുതെ സെർച്ച് ചെയ്തിരുന്നു, എന്താ പറയുക, അറബിക് ജോബ്സ് എന്ന് സെർച്ച് ചെയ്തു. അപ്പം ആ സമയത്ത് തന്നെ കണ്ടത്, നിങ്ങളൊരു അറബിക് ആസ്പിരൻ്റ്, അറബിക് അത്യാവശ്യം നന്നായിട്ട് അറിയുന്ന ആളാണ്, അറബിക് എന്താ പറയുക സ്കോളറാണോ, അറബിക് ലാംഗ്വേജ് എക്സ്പെർട്ട് ആണോ, ടിക്ടോക്ക് ഈസ് ഹയറിങ്, ടിക്ടോക്ക് ഹയർ ചെയ്യാണ്. അപ്പോൾ അവർ വർക്ക് ഫ്രം ഹോം ഉണ്ട്, ഇത്ര എമൗണ്ട് കൊടുക്കും, എല്ലാം ലിങ്ക്ഡിൻ ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പല ജോലിയിലും നമ്മളെ HR കോൺടാക്ട് ചെയ്യുന്നത് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നോക്കിയിട്ടായിരിക്കും. അങ്ങനെ ലിങ്ക്ഡിൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള ജോബ് സൈറ്റുകൾ, നൗക്കറി ഇതുപോലത്തെ ജോബ് സൈറ്റുകളിലൊക്കെ നമ്മളുടെ CV അപ്ലോഡ് ചെയ്തിടാം, ആളുകൾ നമ്മളെ വിളിക്കും. ഓക്കെ. നമ്മളെ ഈ ഗവൺമെന്റ് തലത്തിലോ, പിന്നെ നമ്മളിപ്പം നമുക്കറിയാവുന്നത് ഇപ്പോൾ അധ്യാപകർ എന്നുള്ള സാധനങ്ങളാണ്. ട്രാൻസ്ലേഷൻ പോലും ഗവൺമെന്റ് തലത്തിലുള്ളത് നമുക്ക് ഒരു ഓർമ്മയിൽ ഉണ്ടാവില്ല, നമ്മൾ പറയുന്നതും അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെ ഗവൺമെന്റ് തലത്തിലേക്ക് ഈ അറബിക്കിന് ചാൻസസ് ഉണ്ടോ? അതായത് ഇപ്പോൾ ടൂറിസം മേഖലകളിലാണെങ്കിൽ കൂടിയിട്ട് അതിൽ ചാൻസസ് ഉണ്ടോ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ? ഞാനത് എക്സ്പെക്ട് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്നൊക്കെ എന്താ പറയുക, ടൂറിസം ഒക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമ്പം അവർക്ക് ഗസ്റ്റുകൾ വരുമ്പം ഈ ഇപ്പം അറബ് കൺട്രീസിൽ നിന്നായാലും മറ്റ് വിദേശത്തു നിന്നായാലും ശരിക്കും ഗവൺമെൻറ് ഹയർ ചെയ്യേണ്ടി വരും. അപ്പം നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ശരിക്കില്ല, കൃത്യമായിട്ടില്ല. അപ്പം കേരള ഗവൺമെൻറ്റിന് തന്നെ ഒരുപാട് ശരിക്കും ഇങ്ങനെ ടൂറിസം പ്രൊമോട്ട് ചെയ്തിട്ട് മറ്റുള്ള കൺട്രീസൊക്കെ പോലെ പ്രൊമോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി കഴിഞ്ഞാൽ ശരിക്ക് കേരള ഗവൺമെൻറ്റിന് പോലും ഹയർ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ എക്സ്പേർട്സിനെ. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം എക്സ്പേർട്സിനെ ഹയർ ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ട് ടീച്ചേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ഈ കുറേ ഗവൺമെൻറ്റിൻ്റെ വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന ഗവൺമെൻറ്റിൻ്റെ പേപ്പേഴ്സൊക്കെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ഉണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സൊക്കെ നമ്മളുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളിലുള്ള പ്രൊഫസേഴ്സൊക്കെ ചെക്ക് ചെയ്യും. അവരാണ് ഇത് വാലിഡേറ്റ് ചെയ്യുക. കാരണം ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കൊന്നും അറിയില്ല, ലാംഗ്വേജ് അങ്ങനെ അറിയില്ല. അപ്പോൾ അവരെ ഏൽപ്പിക്കും എന്ത് ചെയ്യും, ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും,
ഇതിൻ്റെ ലാംഗ്വേജ് എക്സ്പേർട്സിനാണ് അവർ ചെക്ക് ചെയ്യുക. ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫീൽഡുകൾ എന്നല്ലാതെ ഗവൺമെൻറ് ഫീൽഡിൽ ടൂറിസം അങ്ങനെ വിപുലമായിട്ട് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ ശരി. ഇപ്പം ഇനി ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അറബി കോളേജിൽ ഒരു സെക്കൻഡറി ലാംഗ്വേജ് മീൻസ് ഒരു എവിടെയും കിട്ടിയില്ലെങ്കിൽ അറബി കോളേജ് എന്നൊരു ഓപ്ഷൻ. ഇപ്പം അതിൽ നിന്ന് കുറേ ഗ്രോത്ത് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇപ്പോഴും അതുണ്ട്. എല്ലാം എവിടെയും ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് എവിടെയും കിട്ടിയില്ലെങ്കിൽ അറബി കോളേജിൽ പോകാം, അല്ലെങ്കിൽ ഞാൻ അറബി കോളേജിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അറബി പഠിക്കുന്ന ഒരാളാണ് എന്നുള്ളതിൽ ഒരു പ്രൗഡല്ല, എന്തോ ഒരു മോശം പോലെ ചില ആളുകളുടെ കുട്ടികളുടെ മനസ്സിലൊക്കെ ഉണ്ട്. അപ്പം ഇവരോട് ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ചില ആളുകളുണ്ട്, അറബി ഭാഷയിൽ വലിയ എക്സ്പേർട്ടുകളൊന്നുമല്ല, പക്ഷേ ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം. അവർ ഈ അറബി ഒന്ന് ഇരുന്ന് പഠിച്ചതിന് ശേഷം ട്രാൻസ്ലേഷൻ മേഖലകളിൽ വിദേശത്ത് ജോലിക്ക് പോകുന്ന ഇപ്പോഴും ആളുകളുണ്ട്. ഒരു പക്ഷേ അവരെക്കാൾ നന്നായിട്ട് പഠിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഈ ഒരു മനസ്സുകൊണ്ട് അറബി അത്ര ഇതില്ല എന്നുള്ള ഒരു മനസ്സുണ്ട്, ഒരു കൾച്ചറലി നമുക്ക് വരുന്ന ഒരു സാധനമാണ്. ആ വിദ്യാർത്ഥികളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഈ അറബിയിൽ തന്നെ വളർന്ന ഒരാളായതുകൊണ്ട് എന്താണ് അവരോട് പറയാനുള്ളത്? അത് കൃത്യമായിട്ടുള്ള ഒരു ഓറിയന്റേഷന്റെ കുറവാണത്. നമ്മൾ പറയല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മലയാളമായിരുന്നു എൻ്റെ ഫീൽഡ്, എനിക്കും അറബി പഠിക്കാൻ താല്പര്യം ഉണ്ടായില്ല. ഈ ഒരു ഓറിയന്റേഷന്റെ കുറവാണത്. ഞാൻ പഠിച്ച സ്കൂളിന്റെ കുഴപ്പമോ ഒന്നുമല്ല. അപ്പോൾ ഒരു സമയത്ത് നമ്മൾക്ക് അങ്ങനത്തെ ഒരു ഐഡിയ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ പോയിട്ട് ഒരു ഓറിയന്റേഷൻ കൊടുത്തിട്ടുണ്ട് അറബിൻ്റെ. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അറബി കോളേജിലേക്ക് മാറിയ വിദ്യാർത്ഥികളുണ്ട് ഈ ഓറിയന്റേഷൻ കേട്ടിട്ട്, കാരണം ഇങ്ങനെ ജോലി സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓറിയന്റേഷൻ്റെ ഒരു കുറവായിരുന്നത് എന്താണ് അന്നത്തെ കുറച്ച് മുമ്പ് ആളുകളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ശരിക്ക് ബേസ് ലെവലിൽ നിന്ന് തുടങ്ങണം ഓരോ കുട്ടികൾക്ക് ഈ കരിയർ ഗൈഡൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അത് കുറവാ, പറ്റ കുറവാ. എല്ലാവരും എപ്പോഴാണ് കരിയർ ഗൈഡൻസ് പറഞ്ഞു കൊടുക്കുക? 10ാം ക്ലാസ്സിന്റെ സമയത്ത്, പ്ലസ് ടുവിൽ, ഈ ഒരു സമയത്ത് അറബി കുറച്ചും കൂടി അങ്ങോട്ട് ഏതൊരു സംഗതിയെക്കുറിച്ചും നമുക്കുള്ള ഭാഷാ വിഷയങ്ങളെക്കുറിച്ച്, ഭാഷാ പഠനത്തെക്കുറിച്ച്, പിന്നെ മറ്റ് ജോലികളെ കുറിച്ചൊക്കെ ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഫീൽഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ ഒരു കുറവ് മാത്രമായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനും അറബി പഠിക്കാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു ഫീൽഡിൽ നിന്ന് അങ്ങനെ വന്ന് പിന്നെയാണ് അറബീൻ്റെ സ്കോപ്പ് കണ്ടിട്ടല്ല, എനിക്ക് ആ ഭാഷനോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് പിന്നെ പഠിക്കാൻ വരുന്നത്. പിന്നെയാണ് അതിൻ്റെ സ്കോപ്പ് കാണുന്നത്. എങ്ങനെ സ്കോപ്പ് കാണുക വെച്ചാൽ, ഞാൻ ഡിഗ്രി പഠിക്കുമ്പോഴും ഇങ്ങനെയുള്ള ജോലികളെക്കുറിച്ചൊന്നും അവയർഡല്ല. പിന്നെ ഞാൻ PG പഠിക്കാൻ വേണ്ടി ഹൈദരാബാദിലെത്തി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എന്തൊക്കെയാണ് വർക്ക് എന്ന് ചോദിക്കും. അപ്പോഴാണ് അവരിങ്ങനെ കണ്ടന്റ് മോഡറേഷനെ കുറിച്ച് പറഞ്ഞുതരിക, പിന്നെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് വീഡിയോ റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞുതരിക. യൂട്യൂബിലൊക്കെ ഉള്ള വർക്കുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ആമസോണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ കാണുമ്പോഴാണ് ഇതിലൊക്കെ ജോലി ഉണ്ട്. അപ്പോൾ എന്താ ഫീൽഡ്? ചിലപ്പോൾ അവർ നമ്മൾ ജൂനിയേഴ്സ് ആയിരിക്കും, അപ്പോൾ അവരുടെ ഫീൽഡ് അറബിക്കായിരിക്കും. അപ്പോൾ എങ്ങനെ അവിടെ ജോലി കിട്ടും നമ്മളിങ്ങനെ അന്വേഷിക്കും. അങ്ങനെയാണ് ഓറിയന്റേഷൻ നമുക്ക് ലൈവായിട്ട് കിട്ടുന്നത്. അത് കിട്ടിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കുറേ പഠിച്ച് അതിൽ ജോലിക്ക് കയറിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് ബേസ് ലെവലിൽ കൊടുക്കേണ്ട സംഗതിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പല സ്കൂളുകളും കോളേജുകളും പോയിട്ട് ഓറിയന്റേഷൻ കൊടുക്കും. അപ്പോൾ ആളുകളുടെ മനോഭാവം മാറി വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരം എന്ത് ചെയ്തു, അറബിക് ഫീൽഡിലേക്ക് മാറി വന്നത്. അറബിനോടുള്ള ഈ ഒരു ചിന്ത ഉണ്ടല്ലോ, ഒരു ഇങ്ങനത്തെ ഒരു ധാരണ ഉണ്ടല്ലോ, അത് മാറിയിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ജോലികളെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെ കുറിച്ചും അറിയാത്തോണ്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ അറബി പഠിച്ചിട്ട് വന്ന് പിന്നെ അത്യാവശ്യം കമ്പനികളിലൊക്കെ ഏറ്റവും ടോപ്പ് ലെവൽ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് അറബി ആയിരുന്നു അവരുടെ ബേസിക്സ്, വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്കറിയുന്ന അറബിക് ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ ആമസോണിൽ തന്നെ L5 ലെവലിൽ, L6 ലെവലിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് എന്താ പറയുക, മാസം 2 ലക്ഷം 3 ലക്ഷത്തിലധികമൊക്കെ സാലറി എന്തായാലും ഉണ്ടാവും. 2-3 ലക്ഷത്തിലധികം സാലറി മാസം ലഭിക്കുന്ന ആൾക്കാർ, അതിലും മുകളിലൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. 40 lakh per annum ഒക്കെ ലഭിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വർക്കുകളെ കുറിച്ചും അതിനെ എന്തൊക്കെയാണ് വർക്ക് എന്നുള്ള എല്ലാവർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഈ മൾട്ടിനാഷണൽ കമ്പനികളിൽ തന്നെ സീക്രട്ട് ആയിട്ട്, അതായത് പുറത്തൊന്നും അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണാത്ത എന്തെല്ലാം വർക്കുകൾ ഉണ്ടാവും. ഈ ഒരു വർക്ക് നമ്മളെല്ലാവരും മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ, ഇങ്ങനത്തെ ആമസോൺ, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരം ട്രാൻസ്ലേഷൻ ആയിരിക്കും വർക്ക്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള പേരായിരിക്കും ബേസിക് അവരുടെ നെയിം, ഡെസിഗ്നേഷൻ.
കാരണം അറബി അറിയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്പാനിഷ് അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജർമ്മൻ അറിയുന്ന ആൾക്കാർ. അപ്പം ഇവരൊക്കെ ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഡെസിഗ്നേഷൻ ട്രാൻസ്ലേഷൻ ആയിരിക്കും, പക്ഷെ വർക്ക് വേറെ ആയിരിക്കും. ഞാനൊക്കെ ആമസോണിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ആഗ്രഹം ഫേസ്ബുക്കിൽ കയറാനായിരുന്നു. ഫേസ്ബുക്കിൽ അത്യാവശ്യം നല്ല സ്വീറ്റ്സും കാര്യങ്ങളും ഫുഡൊക്കെ അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൽ കയറാൻ നോക്കും. അപ്പം എല്ലാം ഫ്രീ ആണല്ലോ. അപ്പോൾ ശമ്പളം ശരിക്കും കുറവായിരുന്നു. അപ്പോൾ പിന്നെയാണ് എന്ത് ചെയ്തത്, ഞാൻ ഫേസ്ബുക്കിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ ഞാൻ അന്ന് 25,000 ആയിരുന്നു അവരോട് ഒരു എമൗണ്ട് പറഞ്ഞത്. 25,000 എന്ന് പറയുന്നത് അന്ന് ഫേസ്ബുക്കിന് വേണ്ടി ഹയർ ചെയ്തിരുന്ന ജെൻപാക്ട് എന്ന് പറയുന്ന തേർഡ് പാർട്ടി കമ്പനിയായിരുന്നു. അവർക്ക് 25,000 ഏറെയാണ് തോന്നിയിട്ട് അവർ എന്ത് ചെയ്തു, എന്നെ റിജക്ട് ചെയ്തു. പിന്നെ എന്നെ റെഫർ ചെയ്ത എൻ്റെ സുഹൃത്ത് അവന് വീണ്ടും ആമസോണിൽ കയറിയതിന് ശേഷം ഞാൻ അറിയാതെ റെഫർ ചെയ്യുന്ന ശരിക്കും. അങ്ങനെ റെഫർ ചെയ്തപ്പം ഞാൻ എന്നെ HR വിളിച്ചിട്ട് ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ട്, അതൊന്ന് റിപ്ലൈ അയക്കണം, ഫില്ല് ചെയ്തിട്ട് റിപ്ലൈ അയക്കണം എന്ന് പറഞ്ഞു. ഞാൻ അയച്ചില്ല. കാരണം അപ്പോഴും എൻ്റെ മനസ്സിൽ ആമസോണിൽ എന്താ വർക്കുള്ളത്. ആമസോൺ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്കുള്ള ആകെ അറിയുന്നത് ഒന്നെങ്കിൽ ഡെലിവറി ബോയ്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ലേഷൻ, എന്തെങ്കിലും ഫയൽ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളത്. ഇതൊന്നും മോശമുള്ള ജോലിയൊന്നുമല്ല, ഡെലിവറി ബോയ് എന്നുള്ള മോശം ഒരു ജോലിയല്ല. പക്ഷേ ആളുകൾക്ക് ഇതേ അറിയുള്ളൂ. അപ്പോൾ എനിക്കും ഇതേ അറിയുള്ളൂ. ഒന്നെങ്കിലും ഇപ്പോൾ അറബിക്കിൽ ഇപ്പോൾ എന്തായിരിക്കും, എന്തെങ്കിലും ഫയൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിരിക്കും. ഞാൻ 3 പ്രാവശ്യം HR വിളിച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യണേ, ഇത് ഫില്ല് ചെയ്യണത്. അതിനുശേഷം എല്ലാ എക്സാമും 3 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 2 എക്സാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ സെലക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു SIV എന്ന് പറയുന്ന സെല്ലർ ഐഡൻറ്റി വെരിഫിക്കേഷൻ എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ്. അതൊരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്നത് BRI എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ബയർ റിസ്ക് ഇൻവെസ്റ്റിഗേഷൻ. അതും ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പം ഈ ഹാക്കേഴ്സിനൊക്കെ പിടിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് അറിയില്ല, എന്താ അറബി പഠിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഹാക്കേഴ്സിനെ പിടിക്കുന്ന പരിപാടി, എന്താണ് അതിലൊരു പണി. അപ്പം ഇങ്ങനെയൊക്കെ കുറേ ജോലി സാധ്യതകളുണ്ട്. അപ്പം ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ജോലി സാധ്യതകളാണ് പല കമ്പനികളും. ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞങ്ങളിങ്ങനെ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ രാവിലെ ബാഡ്മിൻ്റൺ കളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാവിലെ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏർലി മോർണിംഗിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്, വർക്കിന് ലോഗിൻ ചെയ്തു. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എൻ്റെ അറിവിൽ സ്നാപ്ചാറ്റിലായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിങ്ങനെ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ ഞങ്ങളുടെ ടീം തോറ്റു, ഞങ്ങൾ രണ്ടാളും മാറിയിരുന്നു. അപ്പോൾ മൂപ്പര് വർക്കിലാണ്. മൂപ്പര് ലാപ്പ് തുറന്നു, മൂപ്പര് ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഒരു 10 വീഡിയോ ഒറ്റ മൂപ്പര് കണ്ടു, 10ഓ 15ഓ വീഡിയോ. അത് കാണുന്നത് ഒരു 5 മിനിറ്റ് കൊണ്ടാണ്. ജസ്റ്റ് നോക്കി അതിൽ അവർക്കുള്ള ഒരു പോളിസിക്ക് അനുസരിച്ചുള്ള എന്തെങ്കിലും വയലേഷൻ ഉണ്ടാവും, അതുണ്ടോ നോക്കുക. അതുണ്ടോ എന്ന് അവർക്ക് വേഗം മനസ്സിലാകും. അപ്പോൾ അവർ 10 15 വീഡിയോ ഒരു 5 മിനിറ്റ് കൊണ്ട് കണ്ടിട്ട് പറഞ്ഞു 1 മണിക്കൂറിൻ്റെ വർക്ക് കഴിഞ്ഞ് പറഞ്ഞു. അതിനവർക്ക് കിട്ടുന്നത് 30,000 റുപ്യൻ്റെ മുകളിൽ കിട്ടും. അത്ര സിമ്പിൾ വർക്കാണ്. അതേപോലെ എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഒരു AI ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ ചിലപ്പോൾ കളിയാക്കും, ഇങ്ങനെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പണി എന്താ വെച്ചാൽ, ഒരു പാരഗ്രാഫ് ഉണ്ടാവും, ഒരു അറബിക് ഡോക്യുമെൻ്റ്. അതിൽ ഓരോ പാരഗ്രാഫിലും കുറേ വേർഡ്സ് ഉണ്ടാവുമല്ലോ. ഈ വേർഡ്സിൻ്റെ മുകളിൽ ഇങ്ങനെ കള്ളി വർക്ക് ചെയ്യാം, ഒരു ബോക്സ് ഇടും. ഞങ്ങൾ പറയും എന്താന്നിട്ട് പണി, പിന്നൊന്നുമില്ല, ആ ബോക്സ് ഇടാം. അപ്പോൾ ആ ബോക്സ് ഇട്ട് ശരിക്കും ആ ബോക്സിലുള്ള വേർഡ് എന്താണെന്ന് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, അത് മാത്രമേ പണി. അപ്പോൾ ഞങ്ങളെന്നും കളിയാക്കും, എൻ്റെ കള്ളി വരക്കൽ കഴിഞ്ഞു. ഇതിനവർക്ക് കിട്ടുന്ന എമൗണ്ട് പറഞ്ഞാൽ 25,000 മുകളിലാണ്. ഈസി ആയിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പണി. നമുക്ക് അതിൻ്റെ കൂടെ വേറെ വർക്കും ചെയ്യാൻ പറ്റും. എവിടെ പോകുമ്പോൾ ആ വർക്ക് ചെയ്യാൻ പറ്റും. റിമോട്ട് വർക്കാണ്. അപ്പം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ എവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ വർക്ക് തീർക്കാൻ പറ്റും. അപ്പം ഈ വർക്ക് ഇങ്ങനെ ചെയ്തിട്ട് അവരോട് ഒരു അടുത്ത മാസം ഞങ്ങൾ വെച്ചു, ഇന്നും കള്ളി വരക്കലാണ് വെച്ചു. അപ്പോൾ ഇന്ന് കള്ളി വരക്കലല്ല, ഇന്ന് ഒരു കോളത്തിലുള്ള വേർഡ്സ് കട്ട് ചെയ്തിട്ട് ഇപ്പുറത്തെ കോളത്തിൽ ഇടാറ്. നല്ല സിമ്പിൾ ആയിട്ടുള്ള അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം സാധ്യതകളെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് പഠിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് മേഖലകളിലും പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയും ചെയ്യാം. ഇതിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അങ്ങനത്തെയുള്ള ആളുകളോട് പറയാനുള്ളത്, അവർക്ക് ഏർലിയറിൽ തന്നെ ഇതിനോടുള്ള ഒരു മനോഭാവം മാറ്റിയെടുക്കാനുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ സാധ്യതകൾ കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഉപയോഗിക്കാൻ, ഇപ്പോൾ സിംപ്ലി പറഞ്ഞാൽ ഒരു ടൈപ്പ് റൈറ്റിംഗ് ചെയ്യാനുള്ള ലാബൊക്കെ നമ്മൾ ഏകദേശം കോളേജുകളിലൊക്കെ ഉണ്ടാവും. അതിനുള്ളൊരു പീരീഡ് അനുവദിക്കുക, ആ സ്കില്ല് വളർത്താനൊരു പീരീഡ് അനുവദിക്കുകയും. ഈ ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ അറബി അറിയുന്ന ആളുകൾ ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നല്ല സാലറി ഉണ്ടാവും. അവരെ ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ബാക്കിയുള്ള വർക്കുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ PRO സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കും അവർ വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ബാക്കി ഡോക്യുമെൻ്റ് അവരിങ്ങനെ റീഡ് ചെയ്യും, അവർ വായിക്കും, അവർക്ക് അതിനെക്കുറിച്ച് നോളജ് കിട്ടും. അവർ പിന്നെ PR ആയിട്ട് മാറും. PR ആയിട്ട് മാറുന്ന ആളുകൾക്ക് ഇപ്പം നിലവിൽ ദുബായിൽ നടക്കും പല കോളുകളും വരും. നമുക്ക് PRO അറിയുന്ന ആൾക്കാർ, അങ്ങനെ വർക്ക് ചെയ്ത ആൾക്കാർ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ദുബായിൽ തന്നെ വർക്ക് ചെയ്ത ആൾക്കാർ, അവർക്ക് കിട്ടുന്നത് 9,000
ദിർഹംസ് 10,000 ദിർഹംസ് ഇങ്ങനെയൊക്കെ കിട്ടും. എക്സ്പീരിയൻസ് ബേസിസിലാണോ. ചില ആൾക്കാർ പോയിട്ട് സ്വന്തം സ്ഥാപനങ്ങൾ കൊടുക്കും. അതെ അതെ. ഇതൊക്കെ അവരൊക്കെ ടൈപ്പിസ്റ്റിൻ്റെ ആവശ്യമുണ്ടാവും. അപ്പോൾ ഞാനൊക്കെ ആദ്യം ശരിക്ക് ഫസ്റ്റായിട്ട് ഒരു ലാംഗ്വേജ് ടൈപ്പ് ചെയ്യാൻ പഠിക്കുന്നത് മലയാളത്തിലാണ്. മലയാളം ടൈപ്പ് ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. കാരണം അത്യാവശ്യം ലെറ്റേഴ്സ് ഉണ്ട്, അതെ. ആൽഫബറ്റ്സ് ഒരുപാടുണ്ടാവും. മാപ്തെ. അറബിക്ക് പിന്നെ പഠിക്കണം. പക്ഷേ അറബി പഠിക്കുമ്പോൾ ഏറ്റവും ഈസി അറബിയാണ്. കുറച്ചാണ് പിന്നെ അതിൻ്റെ ആൽഫബറ്റ്സ് വെച്ച ഒരു ഈസിനെസ് ആണ് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഭയങ്കര ഈസി ആയിട്ട് പഠിച്ചു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് പല ആളുകളുടെ PhD തീസിസും ടൈപ്പ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്തതാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇപ്പം ഹൈ സ്പീഡായി. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 10ഓളം ലാംഗ്വേജസ് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു നിലക്ക് ഉപകാരം. അപ്പം ഈ ഒരു പീരിയഡുകളൊക്കെ പല സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷേ കുട്ടികൾ അങ്ങോട്ട് പോകാൻ വില്ലിങ് അല്ല, സ്റ്റുഡൻസ് ആയി. അപ്പോൾ അത് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഓറിയൻറ്റേഷൻ ശരിക്കും കൊടുക്കുക എന്നുള്ളത്. എങ്ങനെ ഓറിയൻറ്റേഷൻ കൊടുക്കണം എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ഞാൻ അധ്യാപകന്മാരോട് പറയുന്നുണ്ട്, പല അധ്യാപകന്മാരും അത് ഭയങ്കര സപ്പോർട്ടായിട്ട് അതിന് ചെയ്യേണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പം ഈ ഡിഗ്രി വരുന്ന കുട്ടികൾക്ക്, ഡിഗ്രിയിൽ ഫസ്റ്റ് ഇയറിൽ വരുന്ന കുട്ടികൾക്ക് തുടക്കത്തിൽ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കണം. PG ഫസ്റ്റ് ഇയറിൽ വരുന്ന കുട്ടികൾക്കും തുടക്കത്തിൽ ഓറിയൻറ്റേഷൻ കൊടുക്കണം. ഈ ഓറിയൻറ്റേഷൻ എന്തായിരിക്കണം എന്നറിയോ, ഭാഷനെ എങ്ങനെ പഠിക്കണം, എന്താണ് അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളും, കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ആൾക്കാർ. അപ്പോൾ അവർ ആ 3 ഇയേഴ്സ് ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഈ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് കമ്മ്യൂണിക്കേഷനും ഗ്രാമറും ആർട്ടിക്കിൾ എഴുതാനുള്ള രീതിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, അങ്ങനെ പഠിക്കും. ഈ ഡിഗ്രി എൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക്, PG എൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ കൊടുക്കേണ്ട ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജോബിൻ്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ, എന്തൊക്കെയാണ് സാധ്യതകളുള്ളത്, ഇനി നമ്മൾ എങ്ങനെയൊക്കെ മൂവ് ചെയ്യേണ്ടത്, ഇനി ചെയ്യേണ്ട കോഴ്സുകൾ എന്തൊക്കെയാണ്, ഇനി ആഡ് ഓൺ കോഴ്സ് എന്തൊക്കെ ഇതിൻ്റെ കൂടെ വേണം, മറ്റ് ഇതിൻ്റെ കൂടെ അഡീഷണൽ സ്കിൽസ് ആയിട്ട് മറ്റെന്തെങ്കിലും സോഫ്റ്റ്വെയർസ് പഠിക്കേണ്ടതുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള ഓറിയൻറ്റേഷനാണ് കൊടുക്കേണ്ടത്. ശരിക്കും ഒരു കോളേജിൽ ഡിഗ്രിയും PG ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ഓറിയൻറ്റേഷൻ കൊടുക്കണം. ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സിനും, ഡിഗ്രി ഫൈനൽ ഇയേഴ്സിനും, PG ഫസ്റ്റ് ഇയേഴ്സിനും, PG ഫൈനൽ ഇയേഴ്സിനും. ഇനി അത് പ്രിലിമിനറി, ഇപ്പോൾ അറബി കോളേജിലൊക്കെ പ്രിലിമിനറി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ബേസിക്കലി ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുക തന്നെ വേണം. ഓറിയന്റേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓറിയൻറ്റേഷൻ. ഓക്കെ. പക്ഷെ എന്തായാലും ഇത്രയും നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുന്നതും, അല്ലെങ്കിൽ ആ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധ്യതകളാണ്. സ്വന്തമായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് കമ്പനികൾ തുടങ്ങാം. മറ്റു കമ്പനികളിൽ നമുക്ക് ഇഷ്ടം പോലെ ജോബ് ഓഫേഴ്സ് ഉണ്ട് നിലവിൽ. അപ്പോൾ അറബി ഭാഷ ഒരിക്കലും പഠിച്ച ആളുകളാണെങ്കിൽ അത് വെറുതെ ഇരിക്കേണ്ടി വരില്ല എന്നുള്ള, ഒന്നല്ലെങ്കിൽ മറ്റൊരു ജോലി സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പം ഈ സാധ്യതകളൊക്കെ നമ്മൾ തിരിച്ചറിയുക, അതിൻ്റെ കൂടെ കൂടുക. നമ്മൾ ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയിൽ നമുക്ക് ഉൾത്തിരിഞ്ഞു വന്നതിൻ്റെ ബേസിക് സ്കില്ലാണ്. ലാംഗ്വേജ് ജസ്റ്റ് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുക, അതിനോട് അങ്ങേയറ്റത്തെ താല്പര്യം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മേഖലകളിലൊക്കെ തിളങ്ങാൻ കഴിയും. അങ്ങനെ ഈ സാധ്യതകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മേഖലകൾ പരമാവധി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇത് പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാൻ തോന്നും. കൂടെ നിന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.